എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ വേറിട്ട് നിൽക്കണം എന്ന ചിന്ത കൊണ്ട് നീ വഴിതെറ്റിപ്പോവല്ലേ. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, നന്മയും തിന്മയും ഒരുപോലെയല്ല നബിയേ. തിന്മ എത്ര തന്നെ വർദ്ധിച്ചാൽ തന്നെയും, അങ്ങേക്ക് ചുറ്റും തിന്മയുടെ മഹാപ്രളയമാണെങ്കിൽ തന്നെയും തിന്മയാണ് ശരിയെന്ന് വിചാരിക്കല്ലേ. ആൾക്കൂട്ടമല്ല പ്രശ്നം, നന്മ നന്മയാണ്, തിന്മ തിന്മയാണ്. തിന്മയുടെ ബാഹുല്യം കണ്ട് അത്ഭുതപ്പെട്ടു പോവല്ലേ. നന്മയാണ് രക്ഷപ്പെടുന്നത്, നന്മയാണ് വിജയിക്കുന്നത്. അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി സവിയ്യാ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നിന്ന് മാതൃക കിട്ടുമ്പോൾ, ചെറുപ്പക്കാരാ, ഈ ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊണ്ടുവന്നത് ഒരു സ്വപ്ന ദർശനത്തിലൂടെ, ഒരു വെളിപാട്. ആരോ കൈപിടിച്ച് പറയുന്ന പോലെ, നീ നേർക്ക് നടക്കുമോനെ, നിന്റെ കൂട്ടുകാർ ശരിയല്ല, നീ പോകുന്ന വഴി ശരിയല്ല, ജീവിത ലക്ഷ്യം മറന്നാണ് നീ ജീവിക്കുന്നത്, നിന്റെ സ്രഷ്ടാവിനെ മറന്ന് നീ ജീവിക്കല്ലേ. നിന്റെ മരണം, നിനക്കൊരു ജീവിതം ഇനി വരാനുണ്ട്. നിന്റെ കർമ്മങ്ങൾക്ക് നീ അക്കൗണ്ടബിൾ ആണ്. അക്കൗണ്ടബിലിറ്റി ലോകത്ത് മനുഷ്യന്റെ വാക്കിന്, പ്രവർത്തനങ്ങൾക്ക്, ചിന്തകൾക്ക് മനുഷ്യൻ ഉത്തരവാദിയാണ്. ആ ലോകം മറന്നു പോവല്ലേ എന്ന ഏറ്റവും നല്ല പാഠം നൽകുന്ന ഒരായത്ത് ആവർത്തിച്ചോദിയപ്പോ, ഉറക്കത്തിൽ നിന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ ഈ ആയത്തിന്റെ നാവിൽ ഓതുകയായിരുന്നു. ഞാനും കൂടെ ഓതി തുടങ്ങി. എനിക്ക് മനസ്സിലായി, ഇതെനിക്ക് അല്ലാഹു നൽകുന്ന ഒരു താക്കീതാണ്. ഞാൻ തിരിഞ്ഞു നടക്കണം. ആ ഒരു മാർഗത്തിലൂടെ ഞാൻ തിരിഞ്ഞു വരുന്നു. എൻ്റെ ഗുരുനാഥരെ, നിങ്ങൾ എനിക്ക് വേണ്ടി ഈ സീഡിക്കെട്ടുകളൊന്ന് ചതച്ചരച്ച് തരുമോ? എനിക്കിത് വേണ്ട, എനിക്കിത് കാണണ്ട, എനിക്കിനി അങ്ങനെ ആഭാസങ്ങൾ അറിയണ്ട. അത്തരം ആളുകളെ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കൽബിലേക്ക് ഞാൻ കൊണ്ടുവരില്ല. നന്മയെ സ്നേഹിക്കുന്നു, മനുഷ്യത്വം സ്നേഹിക്കുന്നു, കാരുണ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു, അഷ്റഫുൽ ഖൽഖിനെ സ്നേഹിക്കുന്നു, അള്ളാഹുവിൻ്റെ വചനം ഞാൻ ഇഷ്ടപ്പെടുന്നു. ഈ രീതിയിൽ മാറ്റത്തിന് കാരണമായി ഭവിക്കുന്നത് അള്ളാഹു നൽകുന്ന ഒരു സ്വപ്ന ദർശനം. ചിലപ്പോൾ അത് മതിയാവും. എത്ര ആളുകൾക്കാണ് അഷ്റഫുൽ ഖൽഖിന്റെ ഹിദായത്ത്, അഷ്റഫുൽ ഖൽഖിന്റെ ഇഷാറ, അഷ്റഫുൽ ഖൽഖിന്റെ തർബിയത്ത്, ഹബീബിന്റെ തസ്കിയത്ത് സ്വപ്ന ദർശനത്തിലൂടെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എത്ര ആളുകൾ. ഞാൻ അറിയുന്ന ഒരു ചെറുപ്പക്കാരുണ്ട്, കാസർഗോഡ് ജില്ലക്കാരനാണ്, സ്ഥലം ഞാൻ പറയൂല. ജീവിതകാലം മുഴുവനും പെയിന്റ് അടിച്ച് ചെറിയ ജോലി ചെയ്തിട്ട് ജീവിക്കുകയാണ്. ഇപ്പോഴുണ്ട്. അള്ളാഹുവിൽ വിശ്വസിച്ചു കഴിഞ്ഞു. ഹബീബന റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് 5-8 കൊല്ലം പെയിന്റ് അടിക്കുമ്പോൾ അങ്ങനെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ചൊല്ലിയിരുന്നത്. കാസർഗോട്ടുകാരനാണ്. അത് നമ്മളെ കുട്ടികൾ മനസ്സിലാക്കണം. മുസ്ലിമായിരുന്നില്ല അപ്പോൾ. 6-7 കൊല്ലം സ്വലാത്ത് അങ്ങനെ ചൊല്ലി, നിരന്തരം ചൊല്ലി സ്വപ്നദർശനം ഉണ്ടാകുന്നു. നല്ല മുഖപ്രകാശമുള്ള ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. അവരുടെ കാൽക്കൽ വീണിട്ടാ പറഞ്ഞത്, എനിക്ക് മാർഗദർശനം വേണം, എന്നെ കൈപിടിക്കണം. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി തങ്ങളെ കണ്ടു. ആ ചെറുപ്പക്കാരൻ കലിമ ചൊല്ലി. പക്ഷേ നമ്മുടെ ചുറ്റുപാടുകൾ അങ്ങനെയാണ്. നന്മയെ ഊതിക്കെടുത്താനും അതൊക്കെ ഭീകരവാദമാണെന്ന് പറയുകയും ചെയ്യുന്നൊരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, എൻ്റെ ജീവിതത്തിന് മാർഗദർശനം നൽകാൻ കഴിയുന്ന ഒരു സിദ്ധാന്തം, ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാമാണെന്ന്. ഇന്നും ആ ചെറുപ്പക്കാരൻ അത്താഴവും നോമ്പ് തുറക്കാൻ കഴിയാതെ ഒരു പഴമോ ഒരു ഫ്രൂട്ടോ കഴിച്ചിട്ടാണ് റമദാൻ നോമ്പെടുത്തുകൊണ്ടിരിക്കുന്നത്. വീട്ടുകാരും നാട്ടുകാരും ചുറ്റുവട്ടത്തും ജീവന് ഭീഷണി, അങ്ങനെയൊക്കെയാണല്ലോ ലോകം. അന്ധമായ ഒരു വിരോധവും അന്ധമായ ശത്രുതയും ചില ഹൃദയങ്ങളിൽ കടന്നുകൂടിയാൽ അവർക്ക് നന്മയുടെ വെളിച്ചം കാണാൻ കഴിയില്ല. ആ സങ്കടം പങ്കുവെച്ചപ്പോൾ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് പറയാ, ഒരു പഴം കൊണ്ട് 24 മണിക്കൂർ അത്താഴവും നോമ്പ് തുറയും, അതാണ്. എന്നാലും സാരമില്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്ദഖ് യുദ്ധത്തിൽ 2 കല്ല് വയറ്റത്ത് വെച്ച് കെട്ടിയില്ലേ, അത്രയൊന്നും ഇല്ലല്ലോ എന്ന് ഇങ്ങോട്ട് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കാസർഗോഡ് ജില്ലയിലുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ഈമാൻ ഉറപ്പിച്ചു കൊടുക്കട്ടെ. വലിയ ത്യാഗമാണ്. നമുക്ക് നോമ്പുറക്കാൻ വല്ല പ്രയാസമുണ്ടോ? നിസ്കരിക്കാൻ പറ്റുന്നില്ല, ജുമഅക്ക് പോകാൻ പറ്റുന്നില്ല, സങ്കടപ്പെട്ട് കരയാണ്. നമുക്ക് വല്ല പ്രയാസമുണ്ടോ? പള്ളി തുറന്നെടുക്കല്ലേ, പോയിട്ട് നിസ്കരിച്ചൂടെ? നിസ്കാരം കണ്ടു കഴിഞ്ഞാൽ കൊല്ലുമെന്ന് പറയുന്ന ആൾക്കാർ ബാക്കിൽ നിൽക്കുമ്പോൾ
നമ്മളും അവരൊന്ന് കമ്പയർ ചെയ്യണം. നമുക്ക് ഇത്ര റാഹത്തിലും ഫ്രീഡത്തിലും നമുക്ക് ഇബാദത്തിന് അവസരം ഉണ്ടായിട്ട് നമ്മളിത് ചെയ്യുന്നില്ലല്ലോ എന്നല്ലേ, നമുക്ക് വേണ്ടല്ലേ. നമ്മൾ നിസ്കാരം കഴിഞ്ഞ് അറിഞ്ഞിട്ട് ഓടുകയാണ്. അവർക്ക് കൊതിയാണ്, ജീവിതത്തിൻ്റെ അഭിലാഷമാണ് അള്ളാഹുവിന് വേണ്ടി ഒന്ന് ഇഅ്തികാഫിരിക്കണമെന്ന്. പറ്റണില്ല. താൻ ഓതിക്കൊണ്ടിരുന്ന വിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷ ഉണ്ടായിരുന്നു, അതൊക്കെ തൻ്റെ ബന്ധുക്കളൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുന്നുണ്ട് വളരെ വിഷമത്തിൽ. സർവശക്തനായ അള്ളാഹു അവർക്കും നമുക്കും ഹിദായത്ത് നൽകട്ടെ. അള്ളാഹു ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു തരട്ടെ. മുഅ്മിനെ, നമ്മുടെ ഈമാനൊന്നും ഒന്നുമല്ല. ഇതിൻ്റെ മധുരമറിഞ്ഞ് കടന്നു വന്നവരുടെ ഒരു ഈമാനുണ്ട്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ സങ്കടപ്പെട്ടു പോകും. യാ അല്ലാഹ്, اللهم لا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, ലൗ അഖ്തഅതും ഹത്താ തബ്ലുഗ ഖതായാകുമുസ് സമാ ثم തുബ്തും ലതാബല്ലാഹു അലൈക്കും. നിങ്ങൾ പാപികളാവുകയും ഹത്താ തബ്ലുഗ ഖതായാകുമുസ് സമാ, നിങ്ങളുടെ പാപങ്ങൾ ആകാശത്തോളം ഉയരുകയും ചെയ്താൽ, നിങ്ങൾ ചെയ്ത പാപങ്ങൾ അട്ടിവെച്ചാൽ ആകാശത്തെത്തും, ആകാശലോകത്തേക്കെത്തും. അത്രക്കാണ് നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എന്ന് സങ്കല്പിക്കുക. ثم തുബ്തും, പിന്നെ നിങ്ങൾ അള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞ് റബ്ബേ ഞാൻ തിരിച്ചു പോവില്ല എന്ന് പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ ആകാശത്തോളം മുട്ടേ നിങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ലതാബല്ലാഹു അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ ഒരുക്കമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിഞ്ഞു നടക്കാൻ സമയമുണ്ട്, തിരിഞ്ഞു നടക്കാൻ നേരമായിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹുവും അൻസ്വാരിയാണ്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു മുഹാജിറാണ്. രണ്ട് സ്വഹാബിമാർ ഒരു രാത്രി നേരം ഒരു യുദ്ധം നടക്കുമ്പോൾ കാവൽ നിന്നൊരു നേരമുണ്ട്. സുഹൂറുകൾ കാക്കുന്നത്, ശത്രു സൈന്യം വന്ന് കടന്നാക്രമണം ചെയ്യുന്ന വഴികളെ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ കാവൽ നിൽക്കുന്ന പണി റിബാത്തു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെയ്യുന്ന ത്യാഗം വലിയ കൂലിയാണ്. ഐനാനി ലൻ തമസ്സഹുമന്നാർ, രണ്ട് കണ്ണുകൾക്ക് അല്ലാഹു നരകശിക്ഷ നൽകില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്ന് അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണാണ്. മറ്റൈനുൻ ബാതത് തഹ്റുസു ഫീ സബീലില്ലാഹ്, ഉമ്മത്തിന്റെ, മനുഷ്യരാശിയുടെ, സമൂഹത്തിന്റെ, ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉറക്കമൊഴിക്കുന്ന കണ്ണുകൾ. ഇത് അല്ലാഹുവിന് വേണ്ടി ചെയ്താൽ വലിയ കൂലിയാണ്. ഫ്ലൈയിങ് സ്ക്വാഡുകളിലെ നമ്മുടെ നാടുകളിൽ നൈറ്റ് പട്രോളിംഗ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. രാജ്യം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ എത്രയോ നിയമപാലകന്മാർ, പട്ടാളക്കാർ ഉറക്കമൊഴിക്കുന്നുണ്ട്. ഇത് റബ്ബിന് വേണ്ടി ചെയ്യുന്ന ത്യാഗമാണെങ്കിൽ എത്ര വലിയ കൂലി കിട്ടുന്ന കർമ്മമാണെന്ന് വലിയ പ്രതിഫലമാണ്. ഉറക്കൊഴിച്ച് എത്ര നമ്മുടെ പകൽ നേരം വെളുക്കുമ്പോഴേക്കും ഇവിടെ കലാപങ്ങൾ ഉണ്ടാവരുത്, നേരം വെളുക്കുമ്പോഴേക്കും ഇനിയൊരു രക്തച്ചൊരിച്ചലുകൾ ഉണ്ടാവരുത്, ഒരു വെട്ടലും കുത്തലും നടക്കരുതെന്ന് വിചാരിച്ച് രാത്രികാലങ്ങളിൽ ഉറക്കമൊഴിച്ച് നിൽക്കുന്ന നിയമപാലകന്റെ ജോലി എത്ര വലിയ പുണ്യമുള്ള കാര്യമാണ്. അത് അല്ലാഹുവിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഐനുൻ തഹ്റുസു ഫീ സബീലില്ലാഹ്, ബാതത് തഹ്റുസു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സംരക്ഷകൻ. അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ളിഹി, അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ച ഒരു ഡ്യൂട്ടിയിലാണ് ഞാനിങ്ങനെ അമ്പുകൊണ്ട് മരിച്ചാൽ എൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തിയിട്ടാണ് സ്വഹാബികൾ ഉറങ്ങാൻ പോയത്. ഞാൻ കാവൽക്കാരനാണ്, ഗാർഡാണ്, ഞാൻ സെക്യൂരിറ്റിയാണ്. ഞാനിവിടെ താഴെ വീണാൽ ഈ പാവങ്ങളായ സ്വഹാബിമാരെ ശത്രുക്കൾ ആക്രമിക്കും. അതുകൊണ്ട് ഞാനൊരു ഡ്യൂട്ടിയിലാണ്. ലൗലാ അന്നീ കുൻതു അലാ സഗ്റിൻ അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ളിഹി,
ലകാന ഖുറൂജു നഫ്സി അഹബ്ബു ഇലയ്യ മിൻ അൻ അഖ്തഅ ഹാദിഹി സൂറ. ഈ പരിശുദ്ധമായ ഖുർആൻ മുറിച്ചിട്ട് ഖുർആനിന്റെ ഓത്ത് നിർത്തിവെച്ചിട്ട് പോകുന്നതിനേക്കാളും ഉത്തമം ഞാനിവിടെ മരിച്ചു വീഴലായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടിയല്ലേ, അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരനെ വിളിക്കണം. ഇനിയൊരു 50 അറച്ചാൽ അബ്ബാദിന്റെ ജീവൻ പോയി പോകും. അതുകൊണ്ട് ചോരയിൽ കുളിച്ചിട്ട് നടന്നു ചെന്ന് ഉറങ്ങുന്ന അമ്മാർ ഇബ്നു യാസിർ എന്നവരെ വിളിച്ചപ്പോൾ ചോരയിൽ കുളിച്ചിരിക്കുന്ന അബ്ബാദ് റളിയല്ലാഹു അൻഹു, യാ അബ്ബാദ്, കാര്യം അറിഞ്ഞപ്പോ ആദ്യത്തെ 50 അറച്ചപ്പോൾ എന്തേ നിങ്ങൾ എന്നെ വിളിക്കാതിരുന്ന അബ്ബാദേ, നിങ്ങൾ വല്ലാതെ വിഷമിച്ചു പോയല്ലോ. അമ്മാറെ, എനിക്ക് നിസ്കരിക്കാൻ തോന്നി. വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് 50 അറച്ചത്. എനിക്ക് തോന്നിയില്ല, മനസ്സ് വന്നില്ല നിസ്കാരത്തിൽ നിന്ന് കൈമുറിക്കാൻ, നിസ്കാരത്തിൽ നിന്ന് കൈയെടുക്കാൻ, ഖിറാഅത്ത് നിർത്തിവെക്കാൻ മനസ്സ് വന്നില്ല അബ്ബാ, മനസ്സ് വന്നില്ല അമ്മാറെ. എന്നാൽ നിങ്ങളെ വിളിച്ചുണർത്തിയില്ലെങ്കിൽ എനിക്ക് അപകടം സംഭവിച്ചു പോയാൽ സ്വഹാബികൾക്ക് അപകടം സംഭവിക്കും. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ വിളിക്കുന്നത്. മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ചോരയിൽ കുളിച്ചു കിടക്കുന്ന അബ്ബാദ് എന്നവരെയാ കണ്ടത്. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. വിശുദ്ധ ഖുർആനിന്റെ ഒരു പേജ് ഓതുമ്പോഴേക്കും എപ്പോഴാണ് പേജിന്റെ അറ്റത്തേക്ക് എത്തുന്നത്, എപ്പോഴാണ് സൂറത്ത് അവസാനിക്കുക, എപ്പോഴാണ് ഒരു ജുസ് ഒന്ന് അവസാനിക്കുന്നത്, ഇനി എത്ര വരികൾ ഓതാനുണ്ട്, എത്ര പേജുകൾ മറിക്കാനുണ്ടെന്ന വിഷമത്തിൽ ഓതുന്ന മുഅ്മിൻ ഓർക്കണമേ, ചോരയിൽ കുളിച്ചു കിടക്കുമ്പോഴാണ് അള്ളാഹുമായി നടത്തുന്ന സംഭാഷണം ഞാനങ്ങ് മുറിച്ചു പോകുന്നത്. റബ്ബിനോട് ചെയ്യുന്ന അദബുകേടല്ലേ, അല്ലാഹുവിനോട് ചെയ്യുന്ന അദബുകേടല്ലേ, അച്ചടക്ക ലംഘനമല്ലേ, ഞാനത് ചെയ്തുകൂടല്ലോ എന്ന് ചിന്തിച്ച് ലൗലാ അന്നീ കുൻതു അലാ സഗ്രിൻ അമറനീ റസൂലുള്ളാഹി ബിഹിഫ്ളി, അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ച ഡ്യൂട്ടി ഇല്ലായിരുന്നുവെങ്കിൽ അമ്പുകൾ തറച്ച് ശരീരത്തിൽ ആഴമുള്ള മുറിവുകൾ ഏറ്റുവാങ്ങി എൻ്റെ ജീവൻ പോകുന്നതാണ് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത്, വിശുദ്ധ ഖുർആനിനെ മുറിച്ചു കളയുന്നതിനേക്കാൾ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനുമായി ഏറ്റവും നല്ല ആത്മീയ ബന്ധമുണ്ടായിരുന്ന നമ്മുടെ മുൻഗാമികളിലേക്ക് ഒന്നോർത്തു നോക്കണം. ഡിജിറ്റൽ ലോകത്ത് അള്ളാഹു നമുക്ക് സംവിധാനങ്ങൾ, നമ്മുടെ മൊബൈൽ ഫോണുകൾ നിസ്സാര നിഅമത്താണോ, എത്ര വലിയ അനുഗ്രഹമാണ്. ഗൾഫിലേക്ക് കുറച്ചേ ഓതുള്ളൂ, കൂടുതൽ ഓതിയാൽ മകൻ വല്ലാതെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ചെറുപ്പക്കാരനാണ്.